ഇവിടെ റൂമുണ്ടോ? സിംഗിൾ റൂം മാത്രമേ ഉള്ളൂ. ആ അത് മതി. റൂം റെന്റ് എത്രയാ? 750 രൂപ. ആ ശരി. റൂമൊന്ന് കാണാൻ പറ്റുമോ? ഓ അതിനെന്താ, വരൂ സാർ വരൂ. വരൂ. ഈ റൂം വൃത്തിയാക്കാറൊന്നുമില്ലേ? ഈ കാശിന് ഇത്രയൊക്കെ വൃത്തിയാക്കാണോ? സാറിനെ കണ്ട റിച്ച് ലുക്ക് ഉണ്ടല്ലോ. എന്തിനാ അങ്ങനെയുള്ള ലോക്കൽ സെറ്റപ്പിലൊക്കെ താമസിക്കുന്നത്? 1500 രൂപയ്ക്ക് പുറത്ത് നല്ല അടിപൊളി റൂം കിട്ടും. അതൊന്നും വേണ്ട, എനിക്ക് ഈ റൂം ഓക്കെയാണ്. എന്നാൽ ശരി സാർ, ഞാൻ മാനേജറോട് പറയാം. അഡ്വാൻസ് ആയിട്ട് ഒരു ദിവസത്തെ വാടക കൊടുക്കണം. ശരി. സർ, നമുക്ക് വേറെ ഹോട്ടലിലേക്ക് പോവാം. ഈ റൂമിൽ എങ്ങനെ താമസിക്കാനാ? നിലം തുടച്ചിട്ടില്ല, പുതപ്പ് മാറ്റിയിട്ടില്ല, നല്ല നാറ്റമുണ്ട്. സാർ ഇവിടെ എങ്ങനെയാ ഉറങ്ങുക? 750 രൂപയ്ക്ക് പിന്നെ സ്വിമ്മിംഗ് പൂൾ AC ഒക്കെ കിട്ടുമോ? എനിക്കിതൊക്കെ മതി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പഠിക്കുന്ന. പ്രിയൻ എനിക്ക് ഒരേ ഒരു ഉപകാരം ചെയ്താൽ മതി. താഴെ പോയി മാനേജറെ കണ്ട് അഡ്വാൻസ് ഒന്ന് അടയ്ക്കേ. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ ഈ കാശ് തിരിച്ചു തരാം. സർ, കാശൊന്നും ഒരു പ്രശ്നമല്ല. ഇങ്ങനെ സ്വയം കഷ്ടപ്പെടുന്നത് എന്തിനാണ് സർ? സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എന്തിനാ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? ഞാൻ തീരുമാനം എടുത്ത് കഴിഞ്ഞു. പ്രിയൻ ഞാൻ പറയുന്നത് ചെയ്താൽ മതി. ചെന്ന് ക്യാഷ് അടച്ചിട്ട് വാ. ശരി സർ. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ശരി, നിനക്ക് വേണ്ടി എന്നെല്ലാം സഹിക്കും. ഞാൻ സാറിനെ ദൈവത്തെ പോലെ കാണുന്നത്. നിനക്കെന്നെ ദൈവത്തെ പോലെ മാത്രമേ കാണാൻ കഴിയൂന്നല്ലേ പറഞ്ഞത്? ഇനി അങ്ങോട്ട് നീ എന്നൊരു സാധാരണ മനുഷ്യനായി കാണും. ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഞാൻ അനുഭവിക്കുന്നത് നീ കാണും. അപ്പോഴെങ്കിലും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ മനസ്സിലാക്കിയാൽ മതി. സർ, കാശ് അടച്ചിട്ടുണ്ട്. റൂം പോയി സാറിന് ബില്ല് കൊണ്ടും തരും. താങ്ക്സ് പ്രിയൻ. എന്താ സർ, വല്ലാത്തൊരു ക്ഷീണമുള്ളതുപോലെ? നല്ല ക്ഷീണമുണ്ട്. നന്നായിട്ടൊന്ന് ഉറങ്ങിയത് മാറിക്കോളും. സാർ ഇതുവരെ ഒന്നും കഴിക്കാത്തോണ്ടായിരിക്കും നല്ല ക്ഷീണം തോന്നുന്നത്. സർ, ഇവിടെ അടുത്ത് നല്ലൊരു ഹോട്ടലുണ്ട്. നമുക്ക് അവിടെ പോയി എന്തെങ്കിലും കഴിച്ചാലോ? ഇല്ല പ്രിയൻ, ഞാൻ വരുന്നില്ല. ശരി സർ, സാർ ഇവിടെ റെസ്റ്റ് എടുത്തോ. ഞാൻ പോയി പാഴ്സൽ മേടിച്ചിട്ട് വരാം. പ്രിയൻ, എനിക്ക് യാത്ര ചെയ്യാൻ മടിയായതുകൊണ്ടല്ല ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. എനിക്ക് ഭക്ഷണം വേണ്ട. അതെന്താ സാർ? ഇനി കുറച്ച് പട്ടിണി കിടന്ന് ശീലിക്കുന്നത് നല്ലതല്ലേ? സാർ ആരോടാ ഈ വാശി കാണിക്കുന്നത്? സ്വന്തം ആരോഗ്യം കളഞ്ഞിട്ടല്ല ജയിക്കാൻ നോക്കേണ്ടത്. ഇങ്ങനെ നിരാഹാരം കിടന്നിട്ട് എന്ത് നേടാനാ സാർ ഉദ്ദേശിക്കുന്നത്? ഇത് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനുള്ള എന്റെ ശ്രമമാണ്. വിശപ്പും കാശിന്റെ കുറവൊന്നും അനുഭവിക്കാതെ പാർവതിയെ പോലൊരു പെൺകുട്ടി അനുഭവിക്കുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? സാർ, അതിന് പട്ടിണി കിടക്കണോ? വേണം പ്രിയൻ, ഇതൊരു വ്രതം പോലെയാ.
എന്റെ പ്രണയത്തിൽ വിജയിക്കാൻ ഞാൻ എടുക്കുന്ന വ്രതം